CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതികളെ താമസിപ്പിച്ചു വന്നു. ചെന്നിത്തല അത് തെളിയിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. നമ്മൾ അന്തസ്സില്ലാത്ത വർത്താനം ചെന്നിത്തല പറഞ്ഞു. ആളെ ഒളിപ്പിച്ച സ്ഥലം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കുക. വയനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ വീട്ടിലാണ് ഒളിപ്പിച്ച് പ്രതികളുണ്ടായത്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കുക. ഞങ്ങളത് പറയാത്തെന്താ? ഇതേതെങ്കിലും ഒരാളുടെ ബന്ധുവായിപ്പോയി മറ്റേതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളേതെങ്കിലും വീട്ടിൽ പോയി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തെ ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തെ കണക്ട് ഈ സംഭവത്തിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഒരു ചെന്നിത്തല CPM ഹൗസിൽ ഏതെങ്കിലും ഒരു പ്രതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ചെന്നിത്തല തെളിയിക്കട്ടെ. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ വിഷയത്തെ ഏതടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? CPM ഏത് തരത്തിലാണ് അതിൽ ഇടപെട്ടത്? ഒരു കാര്യം പറയട്ടെ, SFIൻ്റെ ഏറ്റവും ആദ്യം നിലപാട് സ്വീകരിച്ച വിദ്യാർത്ഥി സംഘടന SFI ആണ്. കൃത്യമായിട്ട് ഏറ്റവും ആദ്യം നിലപാട് സ്വീകരിച്ചു. ആ കോളേജ് ഞങ്ങൾ എതിർക്കുന്ന ഏത് കാര്യത്തിലാണ്? അവിടെ കുറ്റവാളികളായ ആളുകളുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കണം. പക്ഷേ എന്താ സ്വീകരിച്ച നിലപാട്? യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ വിദ്യാർത്ഥികളും എന്തോ കുറ്റം ചെയ്യുന്നവരാണ്. അത് പ്രത്യേകിച്ച് പൂക്കോട് ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളും മയക്കുമരുന്നിന് അടിമകളായ ആളുകളെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFൻ്റെ ആളുകളാണ് സംസാരിക്കുന്നത്, ഉത്തരവാദപ്പെട്ടവരാണ് സംസാരിക്കുന്നത്. അതിനകത്ത് തോന്നിയാസ് ചെഗ്വേരൻ്റെ ചിത്രം കണ്ടപ്പോൾ IC ബാലകൃഷ്ണൻ സിദ്ദിഖും പറഞ്ഞത് മുഴുവൻ തോന്നിയാസ ചുമരിൽ നിന്നാണ്. ചെഗ്വേരെന്താ തോന്നിയാസാ? ചെഗ്വേരനെ കാണുമ്പോൾ സിദ്ദിഖിന് അലർജി ഉണ്ടാവും. മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയാൻ, മദ്യവും മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയാൻ സിദ്ദിഖിന് എന്താ അർഹതയുള്ളത്? സത്യത്തിൽ എന്താ അർഹതയുള്ളത്? ഇവിടെ ഓടിയതല്ലേ റെയിൽ ഇഷ്ടം പോലെ അല്ലേ? വിദേശത്ത് പോയിട്ടില്ലേ? ഓടിയതല്ലേ? ഇത്ര എല്ലാ വൃത്തികേടുകൾക്കും നിൽക്കും. കൂടെ കൊണ്ടു നടക്കുന്നവർ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സൈസ് ആളുകൾ. ഞങ്ങൾ പുറത്താക്കിയതാ, തെറ്റ് ചെയ്തിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ കൊണ്ടുനടക്കുന്നതെന്ന് കോൺഗ്രസ് ഇമാരി ആളുകളെ ഞങ്ങളെ നിലപാടെടുത്തിട്ടില്ല. SFI യൂണിറ്റ് സെക്രട്ടറി സംബന്ധിച്ച് SFI എടുത്ത നിലപാടെന്താ? അവർ കൃത്യമായി പറഞ്ഞില്ലേ, അയാളെ പുറത്താക്കി. കാരണം എന്താ? അയാൾ ഇതിൽ എത്ര കണ്ട് കുറ്റം ചെയ്തു എന്നുള്ളത് മുഴുവൻ SFIക്കാർക്ക് മനസ്സിലായിട്ടല്ല. പക്ഷേ ഈ കാര്യത്തിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരടിയാണെങ്കിലോ 2 അടിയാണെങ്കിലോ 10 അടിയാണെങ്കിലോ ഈ വിദ്യാർത്ഥിയെ തല്ലുമ്പോൾ SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആ സ്ഥലത്തുണ്ടായല്ലോ. അയാൾ അത് തടയാൻ ബാധ്യസ്ഥനാണ് എന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് SFI അയാളെ പുറത്താക്കിയത്. വെറുതെ പുറത്താക്കിയല്ല. ഒരു SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉയർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നേതൃത്വത്തിലിരിക്കുന്നവരുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റിയിട്ടില്ല കൃത്യമായിട്ട്. ഇയാൾ അടിച്ചോ അടിച്ചില്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷണം നടത്തി അവസാനമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഉത്തരവാദിത്തം പോലും നിർവഹിച്ചില്ല എന്ന കാരണം കൊണ്ട് SFI ആ നിമിഷം തന്നെ അറിഞ്ഞ ഉടനെ തന്നെ അയാളെ പുറത്താക്കിയല്ലോ. അയാളെ ഉൾപ്പെടെയുള്ള SFI ബന്ധമുള്ളവരൊക്കെ പുറത്താക്കി. ഒരാളെ പോലും സംരക്ഷിച്ചില്ല. അതാണ് SFI സ്വീകരിച്ച നിലപാട്. CPM ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പം ഞങ്ങളവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിരുന്നു. ഇതിൻ്റെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. ഞാൻ അവിടുത്തെ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്, CIT യൂണിയൻ്റെ, തൊഴിലാളികളുടെ യൂണിയൻ്റെ, ഫാം വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട് അവിടെ. കാരണം തിരഞ്ഞെടുപ്പാണ്. 27-ന് തിരഞ്ഞെടുപ്പായിരുന്നു. 22-ന് വെച്ച തിരഞ്ഞെടുപ്പ് 27-ലേക്ക് മാറ്റി വെച്ചാണ്. പിന്നെ അത് 29-നാണ് വോട്ടെണ്ണൽ ഉണ്ടായത്. ഈ 2 സന്ദർഭത്തിലും ഞങ്ങളവിടെ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്, ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട്, അതിൻ്റെ അന്വേഷണം, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ച് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതിനൊരു പച്ച മറുപടി അങ്ങ് പറഞ്ഞിട്ട് നടന്നാലും ഒന്ന്. കാരണം അമ്മാര് തോന്നിയാതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഒരു അന്തസ്സും മൂല്യവും ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ്. അതൊന്നും ഇവരെമാരിയല്ല. ഇവരിങ്ങോട്ട് വരിക, എന്നിട്ട് എന്ത് കിട്ടിയാലും അങ്ങ് പറയും. എന്ത് മനസ്സിലാക്കിയിട്ടാണ് ചെന്നിത്തല വർത്താനം പറഞ്ഞത്? തിരുവനന്തപുരത്ത് ഞാൻ ആളെ പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു UDFൻ്റെ നേതാവ് വയനാട്ടിൽ വന്നിട്ട് ഈ മരിച്ച കുട്ടീൻ്റെ വീട് അന്വേഷിച്ചു എന്നാ കേട്ട്. അത്രയുണ്ട്. ഏത് തിരുവനന്തപുരത്ത് ഇവിടെ വന്നിട്ട് മരിച്ചുപോയ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരാൾ. അത്രയും ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ആത്മാർത്ഥമില്ലാത്ത നിലപാട്. ഇത് തിരുവനന്തപുരത്ത് വയനാട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ വീട് അന്വേഷിച്ച നേതാവുണ്ട് എന്ന് എന്നോട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു.